യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച നിരവധി എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ആഭ്യന്തര തലത്തിലും അതുപോലെ അന്താരാഷ്ട്ര തലത്തിലും ഒക്കെ അമേരിക്കയുടെ ഈ വിദേശ നയങ്ങളും ഒക്കെ മാറ്റി എഴുതുന്നവയായിരുന്നു. എന്നാൽ ഇന്ന് ഈ രണ്ടാം ദിനം പിന്നിടുമ്പോൾ ഇതിനോടുള്ള പ്രതികരണവും അതുപോലെ വിമർശനവും ഒക്കെ വലിയ തോതിൽ വരുന്നു. അതിന് സാക്ഷ്യം വഹിക്കുകയാണ് അമേരിക്ക. പ്രത്യേകിച്ച് അമേരിക്കൻ പൗരത്വം ജന്മാവകാശമായി ലഭിക്കുന്ന നിലവിലെ ഈ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് നിയമത്തിൽ മാറ്റം വരുത്തുവാനുള്ള ട്രംപിന്റെ ഉത്തരവിനെതിരെ 22 സംസ്ഥാനങ്ങളിലെ അറ്റോർണി ജനറൽമാർ ഫെഡറൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞു. ഈ വിഷയം ഒരു നീണ്ട നിയമ പോരാട്ടത്തിന് വഴി തുറക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അമേരിക്കയുടെ 14ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് സ്വാഭാവികമായും ഇവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് അമേരിക്കൻ പൗരത്വം ലഭിക്കും. ഈ പ്രസിഡന്റിനോ US കോൺഗ്രസിനോ ഈ നിയമം മാറ്റുവാൻ സാധിക്കില്ല എന്നാണ് ഈ കേസ് നൽകിയവർ വാദിക്കുന്നത്. അതുപോലെ അനധികൃത കുടിയേറ്റക്കാർക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് ഇനി മുതൽ അമേരിക്കൻ പൗരത്വം ജന്മാവകാശമായി ലഭിക്കില്ല എന്ന ഉത്തരവിലായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഇന്നലെ ഒപ്പുവെച്ചത്. 50,000-ലധികം വരുന്ന ഫെഡറൽ ജീവനക്കാരുടെ സംഘടനയുടെ മറ്റൊരു കേസും ഈ തൊഴിലാളികളുടെ സുരക്ഷ സംബന്ധിച്ചുള്ള ഉത്തരവിനെതിരെ അവർ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ക്യാപിറ്റോൾ ഹിൽ കലാപത്തിൽ പങ്കെടുത്തവരെ വിട്ടയച്ചതിനെതിരെ